നരച്ച മുടി പഴയതുപോലെ കറുക്കില്ല എന്നാണ് പലരുടെയും ധാരണ. പക്ഷേ അങ്ങനെയല്ല. നരച്ച മുടി നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം പുതിയ നരകൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അസിഡിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നരയ്ക്കും താരനും പ്രധാന ഒരു കാരണം അസിഡിറ്റി കൂടിയാണ്. അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഉണ്ടാകുന്ന ഒരു റീസണാണ്. സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുക, ഒരുപാട് പുളിപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുക, ജങ്ക് ഫുഡുകൾ കഴിക്കുക, ഇതെല്ലാം തന്നെ അസിഡിറ്റി ഉണ്ടാക്കുന്നവയാണ്. പൊതുവേ നമുക്ക് അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമല്ലെങ്കിൽ പോലും നമ്മുടെ ബോഡിയിൽ pHലും അസിഡിറ്റിയിലൊക്കെ തന്നെ വ്യത്യാസങ്ങൾ വരുന്നത് നമ്മുടെ ഹെയറിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അസിഡിറ്റി കുറച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ അസിഡിറ്റിയെ കുറയ്ക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക, ഒരുപാട് പുളിപ്പുള്ള ആഹാരങ്ങൾ, അച്ചാർ, ഹെവി ഫുഡുകളൊക്കെ ഒഴിവാക്കുക, സമയത്തിന് ആഹാരം കഴിക്കുക, പരമാവധി ഡീടോക്സിഫിക്കേഷൻ ചെയ്യുക, അതായത് മാസത്തിൽ 1-2 ദിവസമെങ്കിലും ഡയറ്റിങ് നോക്കുക, ഉപവാസം എടുക്കുക, അതേപോലെ അവിപത്തി ചൂർണം ഡെയിലി ഒരല്പം ചൂടുവെള്ളത്തിൽ കഴിക്കുന്നതൊക്കെ തന്നെ നല്ലതാണ്. നെല്ലിക്ക ഡെയിലി കഴിക്കുന്നതും നല്ലതാണ്. അകാല നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുടിയെ കറുപ്പിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് കറി ലീവ്സ് അല്ലെങ്കിൽ കറിവേപ്പില നന്നായിട്ട് ചേർക്കുക. പലപ്പോഴും നമ്മൾ കറിയിൽ ചേർക്കുന്ന കറിവേപ്പില എടുത്ത് കളയാറുണ്ടല്ലേ. അങ്ങനെയല്ലാതെ കറിവേപ്പില നന്നായിട്ട് ശരീരത്തിൽ ചെല്ലണം. അതിന് വേണ്ടിയിട്ട് അധികം പുളിയില്ലാത്ത മോരിൽ കറിവേപ്പില അരച്ച് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നെല്ലിക്ക ദിവസവും ഓരോന്ന് വീതം കഴിക്കുന്നതും നല്ലതാണ്. വേപ്പിലക്കട്ടി എന്നൊക്കെ ആഹാരങ്ങളുണ്ടല്ലോ, അതേപോലെ തന്നെ കറിവേപ്പില നമുക്ക് അരച്ച് മറ്റ് കാര്യങ്ങളുടെ കൂടെ ചേർത്ത് കഴിക്കാം. അതായത് ഇപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുന്നു, തേങ്ങയും നെല്ലിക്കയും കറി ലീവ്സും കൂടെ ചേർത്ത് അരച്ച് ചമ്മന്തിയാക്കി, അങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കഴിക്കാവോ ആ രീതിയിലെല്ലാം നല്ല ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് നരച്ച മുടിയെ കുറയ്ക്കുന്നതാണ്. ഇതേ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഓയിൽ ഉണ്ടാക്കിയിട്ട് തലയിൽ പുരട്ടുന്നതും അകാല നരയെ കുറയ്ക്കുന്നതാണ്. അതായത് കറിവേപ്പിലയും ഉണക്ക നെല്ലിക്കയും കൂടി ചേർത്തിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിൽ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതോടൊപ്പം സാധാരണ അഞ്ചനക്കല്ലൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അംല ഓയിൽ അല്ലെങ്കിൽ നെല്ലിക്കയും കറി ലീവ്സും കൂടെ ചേർത്തിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിൽ തിളപ്പിച്ച് ആ ഓയിൽ നിങ്ങൾക്ക് തലയിൽ തേക്കാവുന്നതാണ്. നരച്ച മുടിയെ പഴയതുപോലെ കറക്കാൻ സഹായിക്കുന്ന ഒരു ആയുർവേദ മരുന്നാണ് നീലഭൃംഗാദി. നീലഭൃംഗാദി കേരം എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ലഭ്യമാണ്. അത് ഡെയിലി തേച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുന്നത് നല്ലതാണ്. തലനീരിറക്കം അല്ലെങ്കിൽ തുമ്മൽ അങ്ങനെയൊക്കെ ഉള്ളവർ അരമണിക്കൂറൊന്നും ഇരിക്കരുത്, ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കഴുകിക്കളയുക. ഷാമ്പൂവിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. നമ്മൾ പരസ്യങ്ങളിൽ കാണുന്ന ഷാമ്പൂസൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്. എത്രത്തോളം പരസ്യം കഴിക്കുന്നു അത്രത്തോളം അതിന് നെഗറ്റീവ്സ് ഉണ്ടാകും. പരമാവധി മൈൽഡായിട്ടുള്ള ആയുർവേദ ഷാമ്പൂ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഉലുവ പോലുള്ള കാര്യങ്ങൾ കുതിർത്ത് വെച്ചിട്ട് അത് അരച്ച് നമുക്ക് തല ക്ലീനാക്കി എടുക്കാം. അല്ലെങ്കിൽ ചെമ്പരത്തി താളി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ മൈൽഡായിട്ടുള്ള ഷാമ്പൂകളൊക്കെ ഉപയോഗിക്കുക. ദിവസവും ഷാമ്പൂ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അതിനൊന്നും ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഷാമ്പൂ ഉപയോഗിച്ചാൽ മതി. അകാല നരയ്ക്ക് പ്രധാന കാരണമാണ് താരൻ. പലരിലും താരൻ കൂടിയിട്ടാണ് അത് പെട്ടെന്ന് തന്നെ നരച്ചു തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അകാല നരയ്ക്ക് പ്രധാന കാരണം താരനാണ്. അപ്പോൾ താരൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. താരൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആര്യവേപ്പില ഒരു പിടി നല്ല പുളിയുള്ള തൈരും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് തലയോട്ടിൽ തേച്ച് മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഇട്ട് കഴുകിക്കളയുക. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതിയാവും, കംപ്ലീറ്റ് പോകുന്നതാണ്. അതല്ലെങ്കിൽ നാരങ്ങ മുറിച്ചിട്ട് ആ ഒരു തോട് ഫുള്ള് തലയിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വിടുന്നതും ഡാൻഡ്രഫിനെ കുറയ്ക്കുന്നതാണ്. അകാല നര ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിത്തം റെഡ്യൂസ് ചെയ്യുന്ന ആഹാരങ്ങൾ കഴിക്കുക. അതായത് പിത്തത്തെ വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പുളി, ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ചൂര, അയല, ഒരുപാട് ചൂടുള്ള ആഹാരങ്ങൾ, തൈര് എന്നിവ ഒഴിവാക്കുക. തൈരിന് പകരം കാച്ചിമോരോ പച്ചമോരോ ഉപയോഗിക്കാം. കരിക്ക് വെള്ളം കുടിക്കാം. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാം. ഇതെല്ലാം തന്നെ പിത്തത്തെ കുറയ്ക്കുന്നതാണ്. സ്ട്രെസ്സുള്ള ആളുകളിലും പെട്ടെന്ന് മുടിയൊക്കെ നരയ്ക്കാറുണ്ട്. സ്ട്രെസ്സ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാക്സിമം സ്ട്രെസ്സ് കുറയ്ക്കാം. രാവിലെയും വൈകുന്നേരം തല കഴുകി കുളിക്കുന്നതും നല്ലതാണ്. മറ്റൊരു കാരണം സൺ എക്സ്പോഷറാണ്. അതായത് നല്ലതുപോലെ സൂര്യപ്രകാശം ഏൽക്കുന്നത് മുടിക്ക് കേടാണ്. പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾക്കും ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ സൺ എക്സ്പോഷർ കൂടുതലായിരിക്കും. പരമാവധി തല കവർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ കുട ചൂടി പോകുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചിട്ട് ഹെഡ് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഒന്നിൽ തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നീലഭൃംഗാദി പോലെയുള്ള ഓയിൽസ് ഉപയോഗിച്ചിട്ട് ഹെഡ് മസാജ് ചെയ്യുന്നതും അകാല നരയെ കുറയ്ക്കുന്നതാണ്. മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയുന്നത് ബോഡി എപ്പോഴും തണുപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരവും കുളിക്കുക. രാമച്ചം ഇട്ട വെള്ളം കുളിക്കുന്നത്, ആ ഒരു വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നത് നല്ലതാണ്. അതായത് നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് രാമച്ചം വാങ്ങിക്കാൻ കിട്ടും. അത് തലേന്നേ ഒരു ബക്കറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. ഡെയിലി പാല് കുടിക്കുന്നത് നല്ലതാണ്. മോര് കുടിക്കുന്നത് നല്ലതാണ്. തൈര് ഒഴിവാക്കുക.
ഫ്രൂട്ട്സും അതിൻ്റെ ജ്യൂസും ഒക്കെ ധാരാളം കുടിക്കുന്നതും നല്ലതാണ്. മറ്റൊന്ന് വ്യായാമമാണ്. വ്യായാമം നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ നാച്ചുറലായിട്ടുള്ള ഹെന്ന, അതായത് മൈലാഞ്ചി മുഖം ഉണക്കി പൊടിച്ചിട്ട് അത് ഉപയോഗിക്കാം. ഒരു ദിവസം മൈലാഞ്ചി പൊടി തലയിൽ തേച്ച ശേഷം നെക്സ്റ്റ് ഡേ ഇൻഡിഗോ പൗഡർ അല്ലെങ്കിൽ നീല അമിരിയുടെ പൗഡർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതോടൊപ്പം തേയില വെള്ളം അല്ലെങ്കിൽ കോഫി പൗഡർ ചേർക്കുകയാണെങ്കിൽ മുടിക്ക് കുറച്ചും കൂടെ നാച്ചുറലായിട്ടുള്ള കറുപ്പ് നിറം കിട്ടുന്നതാണ്.